എല്ലാവർക്കും നമസ്കാരം. പഴുത്ത മാങ്ങ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാളൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. മാമ്പഴ കുറുക്ക് കാളൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് പഴുത്ത മാങ്ങയാണ് എടുക്കേണ്ടത്. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ മാങ്ങാക്കാലമാണ്, അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ചെറുതായി മുറിച്ച മാങ്ങ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ച് വയ്ക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടിയോ പാനോ എടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തൈര് നന്നായി ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. തൈരിൽ ചേർത്ത് കൊടുത്ത പൊടികൾ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഇതുപോലെ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ചൊന്ന് കുറുകി വരണം. ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങ, ശർക്കര ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ടാവും ശർക്കര ചേർത്ത് വേവിച്ചത് കൊണ്ട് തന്നെ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ കുറുകി വരണം. നമ്മൾ മാമ്പഴ കുറുക്കുകാളിനാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരണം. പിന്നെ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ കറി കുറുകി വരും. പക്ഷേ കുറച്ചുകൂടി നന്നായി ഒന്ന് കുറുകി വരുമ്പോഴാണ് ഇതിലേക്ക് താളിച്ചൊഴിക്കേണ്ടത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ചേർത്ത് ഒന്ന് താളിച്ചൊഴിക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. ചൂടോടെയും സെർവ് ചെയ്യാം. നല്ല മധുരമുള്ള മധുരക്കാളനാണ്. നന്നായി കുറുകിയാണ് ഇരിക്കേണ്ടത്. ഒട്ടും തന്നെ ഒഴിച്ചേറി പോലെയല്ല ഈ കാളൻ ഇരിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം. അതുവരേക്കും താങ്ക്